എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇതിപ്പോൾ ഇവിടെ രാവിലെ 5:15 ടൈമേ. നമ്മളിനി നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് അബ്ബാസിയെന്ന് അഹമ്മദി എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് കയറുവാണ്. ഇനി നേരെ ഒരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു വണ്ടിയിൽ. നല്ല ക്ലീൻ ബീച്ചാണ്. രാവിലെ തന്നെ അവിടെ ക്ലീനിങ്ങിന് ആളൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല കടൽ ഫുള്ള് സൈലൻ്റ് ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ പിള്ളേരും എല്ലാവരും ഉണ്ട്. കുറച്ച് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പയ്യെ ജോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ കടൽ മണ്ണായതുകൊണ്ട് ഭയങ്കര പാടാണ് ഓടിയെത്താൻ. നമ്മൾ ഏകദേശം ഒരു 5:45 ആയപ്പോൾ അവിടെ എത്തിയേ. അപ്പോഴും നല്ല ഫുൾ വെട്ടത്തിലാണ്. സൂര്യൻ പയ്യെ ഉദിച്ച് പൊങ്ങുവാണ്. മടുത്തോ? ഞാൻ ഇന്നലെ മടുത്തു, എന്നാലും മടുത്തില്ല. റണ്ണിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് എല്ലാവരും നന്നായിട്ട് മടുത്തേ. എക്സസൈസ് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്ന ഡോജ് ബോൾ ആണ്. ഈ ഗെയിമിന്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സർക്കിളിൻ്റെ അകത്ത് കുറച്ച് പേര്, ഒരു 5 പേര് അകത്തും ഒരു 5 പേര് പുറത്തും നിന്നിട്ട് നമ്മൾ അകത്ത് നിൽക്കുന്നവരെ നമ്മുടെ മുട്ടിൻ്റെ താഴെ എറിഞ്ഞു കൊള്ളിക്കണം. അതാണ് ഗെയിമേ. അപ്പോൾ കുറച്ച് ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കുറച്ച് പാടാ. ഗെയിമെല്ലാം കഴിഞ്ഞ് പയ്യെ നമ്മളെല്ലാവരും കൂടെ കടലിൽ ചാടാൻ പോവാണ്. കടൽ നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല. തിരയൊന്നും വലിയ ശക്തമല്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ ഡീപ്പ് ഒട്ടും ഇല്ലാത്ത ബീച്ചാണ് ഇവിടെ. പിള്ളേർക്കായാലും വലിയവർക്കായാലും സേഫായിട്ട് ഇറങ്ങാൻ പറ്റിയൊരു ബീച്ചായത് കേട്ടോ. അപ്പം തിര കണ്ടോ, ഒട്ടുമില്ല. നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞ് എല്ലാവരും കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ കുടിക്കണം. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. എല്ലാവരും മടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീച്ചിലെ റണ്ണിങ് ആണ് ഏറ്റവും പാട്. ആ മണ്ണിൽ കുഴഞ്ഞു കിടക്കുന്ന മണ്ണിൽ കൂടെ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ടയേർഡായി എല്ലാവരും. അപ്പോൾ നമ്മളെല്ലാം ക്ഷീണിച്ച് ഇനി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.